ആകാശവാണി കോഴിക്കോട്. വനിതാവേദി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം വനിതാവേദിയിലേക്ക്. പരിപാടിയിൽ ആദ്യം അഡ്വക്കേറ്റ് PM ആതിരയുമായി നടത്തിയ അഭിമുഖ സംഭാഷണം. തൊഴിലിടത്തിലെ സ്ത്രീ സുരക്ഷ, ഇതാണ് നമ്മുടെ വിഷയം. വളരെ ആധികാരികമായും അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെ വിശകലനം ചെയ്തും ഇപ്പോൾ കടന്നുപോകുന്ന സാഹചര്യങ്ങളെ വിലയിരുത്തിയുമൊക്കെയാണ് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മളോട് സംവദിക്കാനായി എത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് PM ആതിരയാണ്. അവർ ഈ മേഖലയിൽ ദീർഘകാലം വളരെ സമർപ്പണ സ്വഭാവത്തോടു കൂടി പ്രവർത്തിച്ചു വരുന്ന അഭിഭാഷകയാണ്. ഒരുപാട് സ്ഥാപനങ്ങളുടെ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി, ഈ സ്ത്രീ സുരക്ഷയ്ക്കായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള കമ്മിറ്റിയുടെ അംഗമാണ്. അതിലെ ജുഡീഷ്യൽ ഭാഗങ്ങൾ ശ്രദ്ധിക്കുന്ന മെമ്പറാണ്. ആക്ടിവിസ്റ്റ് എന്ന നിലയിലും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയൊക്കെ സജീവമായി നമ്മുടെ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഹൃദയപൂർവ്വം അഡ്വക്കേറ്റ് PM ആതിരയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. മാഡം നമസ്കാരം. 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 നമ്മുടെ മാധ്യമങ്ങളിലെ ചർച്ചകളിൽ നിറയുന്നത് പലപ്പോഴും സമകാലിക സംഭവങ്ങളുടെ ഒരു വൈകാരിക വശമാണ് കൂടുതൽ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ അതേ സമയത്ത് വളരെ പ്രസക്തമായ ചില കാര്യങ്ങളാണ് ആ വശം മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ പൂനെയിലുണ്ടായിട്ടുള്ള നമ്മുടെ ഒരു സഹോദരിക്കുണ്ടായ ഒരു ദുരനുഭവം, തൊഴിലിടത്തിലെ അമിത ജോലിഭാരം മൂലം അവരുടെ ജീവൻ നഷ്ടമാവുന്ന അവസ്ഥ, അതുപോലെ നമ്മൾ ഏറ്റവും ഗ്ലാമറസായി കാണുന്ന ചലച്ചിത്ര മേഖലയിൽ ഉള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന കൊടിയ ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, അവരുടെ ചൂഷണത്തെക്കുറിച്ച് ഒക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലമാണ് ഈ ഒരു ചർച്ചയ്ക്ക് മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ പ്രിയ സഹോദരിമാരുമായുള്ള ഈ സംവാദത്തിൽ എന്ത് പറഞ്ഞു തുടങ്ങാനാണ് മാഡം ആഗ്രഹിക്കുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനൊരു വിഷയം സംസാരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് സമീപ ദിവസങ്ങളിലെ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയായത്, വാർത്തകളിൽ നിറഞ്ഞു നിന്നത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഇത്തരം അതിക്രമങ്ങൾ, തൊഴിലിടത്തെ സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്നുള്ള നിലയ്ക്കാണ്. ഇപ്പോൾ പൂനെയിലെ പെൺകുട്ടിയാണെങ്കിൽ മണിക്കൂറുകളോളം ജോലി ചെയ്യുന്നു, അതിൻ്റെ സ്ട്രെസ് അനുഭവിക്കുന്നു. പുതിയ തൊഴിൽ മേഖലയിലേക്ക് എത്തുന്ന സ്ത്രീകളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എഡ്യൂക്കേറ്റഡ് ആയിട്ട് വളരെ പ്രൊഫഷണലായിട്ട് എത്തിപ്പെടുന്നിടത്ത് ഏറ്റവും കൂടിയ നേരം പണിയെടുപ്പിക്കുക, കൂടുതൽ ജോലിഭാരത്തിൽ പണിയെടുപ്പിക്കുക, എന്നിട്ട് എങ്ങനെയാണ് കുറഞ്ഞ സാലറി കൊടുക്കാൻ വേണ്ടി പറ്റുക. ഈ പരീക്ഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ താങ്ങാനാവാത്ത സ്ട്രെസ് കൊണ്ടും ഭാരം കൊണ്ടുമാണ് അന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന മലയാളി പെൺകുട്ടിക്ക് പൂനെയിൽ ദാരുണമായ അന്ത്യം എന്ന് പറയുന്ന രീതിയിലേക്കുള്ളൊരു മരണം സംഭവിച്ചിട്ടുള്ളത്. ഇന്നലെ ഉൾപ്പെടെ കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ അത്യുഗ്രൻ ഒരു വിധിന്യായം, സിനിമ ഒരു തൊഴിൽ മേഖല എന്നുള്ള രീതിയിൽ സ്ത്രീകളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിൽ നടത്തിയ ലൈംഗികാതിക്രമങ്ങൾ ഒരു നിലയ്ക്കും ന്യായീകരിക്കത്തക്കതല്ല എന്നുള്ള ഒരു വിധിന്യായമാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. ഇപ്പോൾ കേരള സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റിയുടെ നമ്മൾ കണ്ട റിപ്പോർട്ടിൻ്റെ ഭാഗം മുഴുവനായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ കണ്ട റിപ്പോർട്ടിൻ്റെ ഭാഗം തന്നെ എന്തുമാത്രം മനുഷ്യത്വരഹിതമായിട്ടാണ് ഒരു ഫിലിം ഇൻഡസ്ട്രി സ്ത്രീകളോട് പ്രവർത്തിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ ഇൻഡസ്ട്രിയിൽ പണിയെടുക്കുന്ന സ്ത്രീകളോട് എത്ര സ്ത്രീവിരുദ്ധമായിട്ടാണ്, മനുഷ്യത്വ വിരുദ്ധമായിട്ടാണ്. ഇപ്പോൾ ലൈംഗികാതിക്രമം മാത്രമല്ല അതിനകത്ത് പറയുന്നത്. പകരം തൊഴിലെടുപ്പിക്കുന്ന സമയത്തിന് ഒന്നും നിജപ്പെടുത്താത്ത സമയം, കൂലി നിശ്ചയിച്ച പ്രകാരമുള്ള തൊഴിലിനുള്ള അതിനനുസരിച്ചുള്ള ശമ്പളം കൊടുക്കാതിരിക്കൽ ഉൾപ്പെടെ പ്രാഥമിക കൃത്യനിർവഹണങ്ങൾക്ക് സൗകര്യമില്ല, ഭക്ഷണം ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമില്ല, ഡ്രസ്സ് മാറ്റാനുള്ള സൗകര്യമില്ല തുടങ്ങി അതിനെ ഒരു 30 കാറ്റഗറിയായി തിരിച്ച് നടത്തിയിട്ടുള്ള പഠനം എന്ന് പറയുന്നത് ഒരു തൊഴിൽ മേഖല ഇത്രമാത്രം സ്ത്രീവിരുദ്ധമാണ് എന്നുള്ളത് പഠിച്ച ഒരു റിപ്പോർട്ട് കേരളത്തിൻ്റെ മുന്നിൽ വന്നു. ഒരു തൊഴിൽ മേഖലയെക്കുറിച്ച് പഠിച്ചപ്പോൾ റിപ്പോർട്ട് അത് ഓരോ തൊഴിൽ മേഖലയും, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന അഭിഭാഷക വൃത്തി മുതൽ അങ്ങോട്ടുള്ള എല്ലാ തൊഴിൽ മേഖലക്കകത്തും, ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നൊരു വനിതാ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഓട്ടോയിലാണ്, എത്ര കാലമായി പണിയെടുക്കുന്നു, അവരും ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഈ തൊഴിൽ മേഖലക്കകത്ത് നിൽക്കുമ്പോൾ അവരും പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അപ്പം ആ നിലയ്ക്ക് ഓരോ തൊഴിൽ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു മാതൃകയാണ് ഒരു തൊഴിൽ മേഖലക്കകത്ത് നിലനിൽക്കുന്ന സ്ത്രീ വിരുദ്ധത. അതുകൊണ്ട് അവർ മാത്രമല്ല അടച്ചാക്ഷേപിക്കപ്പെടേണ്ടത്, എല്ലാ തൊഴിൽ മേഖലക്കകത്തും ഇതുപോലുള്ള പഠനങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇത്രയും അലാമിങ്ങായ, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള സ്ത്രീ വിരുദ്ധത പുറത്തു വരും എന്നുള്ളതാണ്. അതെ, നമ്മുടെ സമൂഹം ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇത്രയും പുരോഗമിച്ചിട്ടുള്ള ഒരു സമൂഹത്തിൽ ഇത്രയും സ്ത്രീകൾ അവരുടെ സ്വന്തം
ജീവിതത്തെ കരുപിടിപ്പിക്കാൻ എല്ലാ മേഖലകളിലേക്കും, എല്ലാ ലോകങ്ങളിലേക്കും, എല്ലാ തലങ്ങളിലേക്കും ആത്മവിശ്വാസത്തോടെ കടന്നു പോകുന്ന ഒരു സമൂഹത്തിലാണ് അവശ്യം ഒരു സ്ത്രീക്ക് നൽകേണ്ടുന്ന പരിഗണന അല്ലെങ്കിൽ പരിരക്ഷ നിഷേധിക്കുന്നു, അല്ലെങ്കിൽ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നീചമായി അതിനെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സമൂഹം കൂടിയാണ് നമ്മുടേതെന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കണോ തലതാഴ്ത്തണോ എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ നമ്മളതിനെ പരിഹരിക്കേണ്ടതുണ്ട്. അതിലെ പുഴുക്കുത്തുകളെ, അതിലെ പോരായ്മകളെ പരിഹരിക്കാനാണല്ലോ നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഓരോരുത്തരും ഉത്തരവാദിത്തം കൂടിയല്ലേ അത്, അല്ലേ? അത് കൃത്യമായിട്ടും. കാരണം ഒരിക്കലും നമ്മുടെ തൊഴിൽ മേഖല എന്നുള്ളത് സ്ത്രീകളോട് സ്വാഗതാർഹമായ രീതിയിൽ ഇന്നേ വരെ പെരുമാറിയിട്ടില്ല എന്നുള്ളതാണ്. അവർ ഫൈറ്റ് ചെയ്ത്, അവർ സ്ട്രഗിൾ ചെയ്ത്, അവരെത്തിപ്പെടുന്ന ഒരിടത്ത് അവരുടെ സ്ട്രഗിളിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ അതിജീവിച്ച് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ തുല്യമായി കണക്കാക്കും വിധമുള്ള പെരുമാറ്റത്തിനോട് പൊതുവിൽ തൊഴിലിടങ്ങളിലേക്ക് സ്ത്രീകൾ കടന്നു വരുന്നത് തന്നെ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിലേക്ക്, ഇതുപോലെ ഒരു കാർഷിക വൃത്തിയിൽ അധിഷ്ഠിതമായൊരു സമൂഹത്തിൽ നിന്ന് സമൂഹം പരിവർത്തനം ചെയ്ത കാലം മുതലാണല്ലോ ഈ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ടാവുക. ആ ഒരു കാലം ഞാൻ മനസ്സിലാക്കുന്നു, അത് വളരെ വ്യക്തമായി പഠിച്ചിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ ചരിത്രം ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ വളരെ പ്രാപ്തിയായ ഒരാളാണെന്നുള്ളത്. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ നന്നായിരിക്കും ആ കാര്യങ്ങൾ. അതെ, അത് കുടുംബം, സ്വകാര്യ സ്വത്ത്, ഭരണകൂടം ഇവയുടെ ഉത്ഭവം എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ ഏംഗൽസ് ആണ് പറയുന്നത്. ഇങ്ങനെ മനുഷ്യരിങ്ങനെ കൂട്ടമായി അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ ഒരു സ്ഥലത്ത് ജീവിക്കാൻ തുടങ്ങുന്നത് കൃഷിയുടെ ആവിർഭാവത്തോട് കൂടിയിട്ടാണ്. അപ്പോഴാണ് ഈ വേട്ടയാടി ഇരതേടിയാണ് ചേർന്ന് ഇങ്ങനെ നടന്നിരുന്ന ആ ഒരു കാലത്ത് നിന്ന് ഒരു സിവിലൈസേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുന്നത് കൃഷിയുടെ ആവിർഭാവത്തോടു കൂടിയാണല്ലോ. അങ്ങനെ അപ്പോൾ ചെറിയ വീടുകളുണ്ടാവുന്നു, വെള്ളമുള്ളിടത്ത് കൃഷി ആരംഭിക്കുന്നു. അങ്ങനെ വരുന്ന സമയത്താണ് ഈ വീട് എന്നുള്ളൊരു സങ്കല്പം വരുന്നതും, എൻ്റെ സ്വത്ത്, സ്വകാര്യ സ്വത്ത് എന്നുള്ള സങ്കല്പത്തിലേക്ക് വരുന്നതും. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് സ്ത്രീകൾ പുറത്തേക്ക് പോകുന്നത് ലിമിറ്റ് ചെയ്യപ്പെടുന്നതും, ഒരു അധികാരവും ബലപ്രയോഗവും ഇല്ലാതെ നടക്കുന്നൊരു ഡിവിഷൻ ഓഫ് ലേബറാണ് വീടിൻ്റെ അകം സ്ത്രീക്ക്, പുറം പുരുഷന് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്നാണ് വികസിച്ചിട്ട് വീട് അനുബന്ധ പ്രവർത്തനങ്ങളിലേക്ക് സ്ത്രീകൾ ചുരുങ്ങുന്നതും പുറമേ പോയി അധ്വാനിക്കുന്നവരായിട്ട് പുരുഷന്മാർ മാറുന്നതും. അതിനു മുമ്പൊക്കെ വേട്ടയാടാനൊക്കെ സ്ത്രീകൾ ഉണ്ടായിരുന്നു മുൻപന്തിയിൽ നിന്നൊക്കെയുള്ള നരവംശ ശാസ്ത്രജ്ഞരുടെ പഠനം തന്നെ ഉണ്ട്. അതിനെല്ലാം വരുന്നൊരു സ്റ്റെപ്പ് ബാക്ക്, ഒരു പുറകോട്ടുള്ള കാൽവെപ്പ് നടക്കുന്നത് ഈ ഒരു വിഭജനത്തോട്. അതെ, അപ്പോൾ തൊട്ടാണ്. പിന്നെ ഇതെല്ലാം പറയുന്നത് ഒരു തൊഴിലായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ശിശുപരിപാലനം, പശുപരിപാലനം, ഗൃഹപരിപാലനം, ഇതൊക്കെ ഒരു ധർമ്മവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതൊരു ഡ്യൂട്ടി പോലെ ചെയ്യേണ്ടതാണ്. അതല്ലാതെ ഒരു തൊഴിലായിട്ട് സ്ത്രീ ചെയ്യുന്ന ഇതൊന്നും തൊഴിലായിട്ട് അംഗീകരിക്കുന്നില്ല. അതെ അതെ അതെ, വൈഫിന് എന്താ ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈഫിന് ജോലിയില്ല എന്ന് പറയുന്ന ആളുകൾ നമ്മൾ ഇക്കാലത്തും കാണേണ്ടി വരുന്നു. രാവിലെ 5 മണിക്ക് എണീറ്റ് രാത്രി 12 മണി വരെ പണിയെടുക്കുന്ന ഒരു യന്ത്രം പോലെ പണിയെടുക്കുന്ന ഒരാളെ കുറിച്ചാണ് നമ്മൾ പണിയില്ല എന്ന് പറയുന്നത്. അതെ അതെ അതെ. അവിടെ നിന്ന് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു വ്യവസായ വിപ്ലവത്തിന്റെ ആരംഭത്തോടു കൂടിയാണ് കൂടുതൽ പ്രൊഡക്ഷൻ വേണം. അപ്പം പ്രൊഡക്ഷൻ വേണ്ട ഒരു ഘട്ടത്തിൽ അധ്വാന ശേഷി വേണം കൂടുതൽ. അപ്പം ഈ പറയുന്ന പുരുഷന്മാരുടെ അധ്വാന ശേഷി കൊണ്ട് മാത്രം അത് തികയില്ല. പിന്നെ ചീപ്പ് ലേബർ വേണം. പുരുഷന്മാർ കൂലി കൂടുതലിന് വേണ്ടിയൊക്കെ പറയുമ്പോൾ കൂടുതൽ എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം, തൊഴിൽ ചൂഷണമൊക്കെ നടത്താൻ വേണ്ടി പറ്റുന്ന ജെൻഡർ ഏത്, അധികം പ്രതികരിക്കാത്ത ജെൻഡർ എന്നൊക്കെയുള്ള നിലയ്ക്കാണ് സ്ത്രീകളോട് വെൽക്കമിങ് ആയിട്ട് അന്നത്തെ വ്യവസായ വിപ്ലവ കാലത്തെ മൂലധന ശക്തികൾ പെരുമാറിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒട്ടേറെ സ്ത്രീകൾ തൊഴിൽ മേഖലയിലേക്ക്. ഇപ്പം നമുക്കറിയാം 90കളോടുകൂടി വ്യാപകമായിട്ട് തൊഴിൽ മേഖലക്കകത്തേക്ക് സ്ത്രീകൾ വന്നു തുടങ്ങി. പണ്ടൊക്കെ നമ്മളെ തുണി ഷോപ്പും വെച്ചൊക്കെ മീറ്റർ സ്കെയിൽ വെച്ച് അളന്നു കൊടുക്കുന്ന ഒരു പുരുഷനാണ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ നമ്മളെ വസ്ത്ര വ്യാപാര മേഖല നോക്ക്. അതെ അതെ, വലിയ വലിയ ഇത്തരം വ്യവസായമായി മാറിയിട്ടുള്ള ഇടങ്ങളിലെല്ലാം പുരുഷന്മാരെ നമുക്ക് കാണാനേ കിട്ടില്ല. ജെൻസിന്റെ ഡ്രസ്സും എടുക്കുന്നിടത്ത് പോലും സ്ത്രീകളാണ് നിൽക്കുന്നത്. കാരണം ആ ലേബറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ നിവൃത്തികേടുകൊണ്ട് അതിന് നിന്നു കൊടുക്കേണ്ടി വരുന്നവരായിട്ട് അവർ മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് തൊഴിൽ മേഖലയിലേക്ക് സ്ത്രീകൾ കടന്നു വരുന്ന സമയത്താണ് അവരുടെ സുരക്ഷ സംബന്ധിച്ച്, അവരുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിനെ സംബന്ധിച്ച്, തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ ആ ഘട്ടത്തിലാണ് ഉയർന്നു വരുന്നത്. അപ്പോഴാണ് സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു പൊതുയിടത്ത് ഒരു പ്രവൃത്തിക്കായിട്ട് കടന്നു പോകുന്നത്. അപ്പോഴാണ് ഈ പറയുന്ന പോലുള്ള ചില ചട്ടങ്ങളും ചില നിയമങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വരേണ്ടി വരുന്നത്, അല്ലേ? അതെ അതെ അതെ. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ ചരിത്രാതീത അല്ലെങ്കിൽ നമ്മുടെ പഴയ
ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോഴൊക്കെ അങ്ങനെ ഒരു നിലപാട് സ്ത്രീയോട് ഒരു തുല്യതയോടുകൂടി പെരുമാറാത്ത ഒരു നിലപാട് ഒരു മനുഷ്യ സമൂഹത്തിൽ വന്നതിന് എന്തെങ്കിലും ഒരു പുരുഷ കേന്ദ്രീത നിലപാട് കൂടിയാണല്ലോ. നമ്മൾ ആ നിലപാടിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും, എന്തുകൊണ്ട് അങ്ങനെ എന്നുള്ള? അല്ല, സ്വാഭാവികമായിട്ടും അതോടുകൂടി അധികാര കേന്ദ്രങ്ങളായിട്ട് ഈ പറയുന്ന വരുമാനം കൊണ്ടുവരുന്ന ആളുകളായിട്ട് പുരുഷന്മാർ മാറുന്നു. അതുപോലെ തന്നെ ഈ പാട്രിയാർക്കിയുടെ മൂല്യവ്യവസ്ഥ വരുന്നതോടുകൂടി സ്വത്തിൻ്റെ മീതെയുള്ള അധികാരം ആർക്ക്, പണത്തിൻ്റെ മീതെയുള്ള അധികാരം ആർക്ക്, അവർ ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള ആളുകളായിട്ട് മാറുമ്പം അതിന് സബോർഡിനേറ്റീവായിട്ടുള്ള റോളുകൾ ചെയ്യുന്നവരായിട്ട് മാത്രം സ്ത്രീകളെ ചുരുക്കുന്ന രീതിയിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ മാതൃദായിക ക്രമങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ സ്ത്രീകൾ കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് നമ്മൾ കാണാം. പക്ഷേ പിതൃദായിക മൂല്യക്രമം നിലനിൽക്കുന്ന സ്ഥലത്തൊക്കെ പുരുഷാധിപത്യമായി നിൽക്കുന്ന സംവിധാനം തന്നെയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. അവിടേക്കാണ് നമ്മൾ ഈ നിയമങ്ങളെയൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. കാരണം അപ്പോഴാണ് ആ നിയമത്തിലൂടെയെങ്കിലും അതിനൊരു തുല്യതയും പരിരക്ഷയും കൊടുക്കേണ്ട ഒരു ആവശ്യകത അങ്ങനെയാണ് അത് തിരിച്ചറിയപ്പെടുന്നത് അല്ലേ? അപ്പോൾ ഈ പറയുന്ന ഒരു തൊഴിലിടത്തേക്ക് സ്ത്രീ കടന്നു വരുന്നു, ഒരു പൊതു സമൂഹത്തിലെ പുരുഷനോടൊപ്പം ഒരു തൊഴിൽ ശക്തിയായി വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ വന്നിട്ടുള്ള നിയമപരിരക്ഷകളുണ്ടല്ലോ, കുറെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? അതിലുള്ള നിയമങ്ങൾ ഒന്ന്, നമ്മളുടെ ഭരണഘടന തന്നെയാണ് ഏറ്റവും ബേസിക് ഡോക്യുമെന്റ് എന്നുള്ള രീതിയിൽ തുല്യതയെക്കുറിച്ച് പറയുന്നത്. അതിന്റെ ആർട്ടിക്കിൾ 14 എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ തുല്യരാണ്, നിയമത്തിന്റെ സംരക്ഷണം തുല്യമായിട്ടാണ്. അപ്പോൾ അതിൽ ജെൻഡർ ഡിഫറൻസ് ഇല്ല, സ്ത്രീയും പുരുഷനും തുല്യരാണ്. ആർട്ടിക്കിൾ 15 അടുത്ത ശ്വാസത്തിൽ പറയുന്ന ഒരു ഭരണഘടനയുടെ അനുച്ഛേദമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഒരു സ്വിച്ചിട്ടാൽ സാധ്യമാകുന്ന ഒരു തുല്യത സാധ്യമാക്കാൻ കഴിയുന്ന ഒരു സോഷ്യൽ സ്ട്രക്ചർ അല്ല നമ്മുടെ രാജ്യത്തിനുള്ളത് എന്നുള്ളത് കൊണ്ടാണ് എഗെയിൻസ്റ്റ് ഓൾ കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞ് വിവേചനങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളത്. അതിൽ ലിംഗവ്യത്യാസം കൊണ്ടുള്ള വിവേചനങ്ങളും അവസാനിപ്പിക്കണമെന്ന് ബോൾഡ് ലെറ്റേഴ്സിൽ എടുത്തു പറയുന്ന ഒരു വിവേചന കാറ്റഗറിയാണ്. അങ്ങനെ പറഞ്ഞാലും ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ അത് സബ് ക്ലോസ് 3 വെച്ചുകൊണ്ട് പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കണം. എവിടെയൊക്കെ സ്ത്രീ ചൂഷണം അനുഭവിക്കുന്നുണ്ട്, വിവേചനം അനുഭവിക്കുന്നുണ്ട്, തുല്യത കുറവ് അനുഭവിക്കുന്നുണ്ട്, അവിടെയൊക്കെ നിയമനിർമ്മാണം സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സ്റ്റേറ്റ് നിയമനിർമ്മാണം നടത്തണം എന്നുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് അത് തൊഴിൽ മേഖലയായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള 2 പ്രധാനപ്പെട്ട നിയമങ്ങൾ, ഒന്ന് 1961 ഉണ്ടാക്കിയിട്ടുള്ള മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്റ്റാണ്. കാരണം പ്രസവിക്കുന്ന ഒരു മനുഷ്യ ജീവിതം തൊഴിൽ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ പ്രസവവും തൊഴിലും ഒരുമിച്ച് കൊണ്ടുപോകൽ അപ്രായോഗികമാണ്. അപ്പം എന്താ ചെയ്യേണ്ടത് എന്നുള്ള ആലോചന 1961 നമ്മുടെ രാജ്യത്തിനകത്ത് ഉണ്ടാവുന്നത്. പിന്നെയാണ് അതിന് മാസം കൂട്ടുന്നു, പിന്നെ പെറ്റേണിറ്റി ലീവൊക്കെ ഇപ്പോൾ കുറച്ച് സാധ്യമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ 1976 ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട്, തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ളത് സർക്കാർ തലത്തിൽ വന്നത്. അതിപ്പോഴും അൺഓർഗനൈസ്ഡ് സെക്ടറിലില്ല, കാർഷിക മേഖലക്കകത്തില്ല, സ്വകാര്യ തൊഴിൽ മേഖലകൾക്കകത്തില്ല. ഒരേ പണിയെടുക്കുന്ന സ്ത്രീക്കും പുരുഷനും, ചിലപ്പോൾ ഒരു പരിധിവരെ പുരുഷനേക്കാൾ കൂടുതൽ പണിയെടുക്കുന്ന സ്ത്രീകൾക്ക് കിട്ടുന്ന കൂലി എന്ന് പറയുന്നത് പുരുഷനേക്കാൾ കുറവാണ്. അതെ, അതുകൊണ്ട് ഈ ഈക്വൽ റെമ്യൂണറേഷൻ ആക്ടും മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ടും അതിന് മുമ്പ് ഫാക്ടറീസ് ആക്ട് എന്നെല്ലാം പറഞ്ഞാൽ കുറേ, അതൊന്നും ജെൻഡേർഡ് ആയിട്ടുള്ള നിയമങ്ങളല്ല. സ്ത്രീപക്ഷം എന്ന് പറയാൻ വേണ്ടി പറ്റുന്ന 2 നിയമങ്ങളായിട്ട് വന്നിട്ടുള്ളത് ആദ്യകാലത്ത് വന്നിട്ടുള്ള നിയമങ്ങൾ ഇത് രണ്ടുമാണ്. വേതനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അതെ, അത് 2 അഡ്രസ്സ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കുള്ള വിഷയങ്ങളൊന്നും കാണാനുള്ള, വിവേചനങ്ങൾ കാണാനുള്ള ഒരു കണ്ണ് ഉണ്ടായിട്ടില്ല നമുക്ക് എന്നുള്ളതാണ്. തൊഴിലിടത്തിലെ സ്ത്രീ സുരക്ഷ ഈ വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് PM ആതിരയുമായി ബോബി C. മാത്യു നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ആരോഗ്യ സംരക്ഷണം സ്ത്രീകളിൽ ഡോക്ടർ അമൃത R. സംസാരിക്കുന്നു. ഏറെക്കുറെ രോഗങ്ങളെപ്പറ്റി ബോധവതികളാണ് ഇന്നത്തെ സ്ത്രീകൾ. എന്നിട്ടും സ്വന്തം ആരോഗ്യകാര്യങ്ങളിൽ സ്ത്രീകൾ കാണിക്കുന്ന അലംഭാവം അവരെ ഗുരുതരമായ രോഗാവസ്ഥകളിലേക്ക് നയിക്കുന്നു. സ്ത്രീകളുടെ ആരോഗ്യത്തിന് ശ്രദ്ധ ആവശ്യമാണ്, അറിവില്ലായ്മയല്ല വേണ്ടത്. സ്ത്രീകൾ പ്രത്യേകിച്ച് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നതുവരെ തങ്ങളുടെ ആരോഗ്യത്തെ നിസ്സാരമായി കാണാറുണ്ട്. സ്ത്രീ രോഗികളുടെ എണ്ണത്തിലുണ്ടായ വൻ വർധന ആശങ്കയോടെ മാത്രമേ നമുക്കിന്ന് കാണാനാവൂ. എന്തൊക്കെയാണ് സ്ത്രീ രോഗികളുടെ എണ്ണത്തെ കൂട്ടുന്ന പ്രധാന കാരണങ്ങൾ? നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത്, പ്രകടമാകുന്ന രോഗലക്ഷണങ്ങളെ തീർത്തും അവഗണിക്കുന്ന തെറ്റായ പ്രവണതകൾ ഇന്ന് സ്ത്രീകളിൽ കൂടുതലാണ്. രണ്ടാമത്തേത്, രോഗം കണ്ടെത്തിയാൽ തന്നെ ചികിത്സയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകാതിരിക്കുന്നത്. പോഷക ഭക്ഷണവും പ്രഭാത ഭക്ഷണവും ഒഴിവാക്കുന്നത്, അതുപോലെ ചെറുപ്പം മുതലേ വ്യായാമത്തിന് പ്രാധാന്യം നൽകാതിരിക്കുന്നത്, മാനസിക സമ്മർദ്ദം, അതുപോലെ ആരോഗ്യകരമല്ലാത്ത ഫാസ്റ്റ് ഫുഡ് ശീലമാക്കുന്നത്, വിശ്രമമില്ലായ്മ തുടങ്ങിയവയാണ് ഇവയിൽ ചിലത്.
സ്ത്രീകളുടെ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾ പാലിക്കേണ്ട ചില ആരോഗ്യകരമായ ശീലങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഒരു സ്ത്രീ അവളുടെ ജീവിതത്തിലുടനീളം അവളുടെ ശരീരത്തിൽ നിരവധി മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ 4 ഘട്ടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തിന് അധിക പോഷകങ്ങളും ആവശ്യമാണ്. നിഷ്കളങ്കതയുടെ നിറകുടമായ ബാല്യത്തിൽ നിന്ന് തുടങ്ങാം. ആദ്യം അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും വ്യായാമക്കുറവുകളും ഇന്നത്തെ പെൺകുട്ടികൾക്ക് കുട്ടിത്തം മാറാതെ തന്നെ ആർത്തവാഗമനം അഥവാ മെനാർക്കെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയാണ്. കുട്ടികളുടെ ഭക്ഷണം പോഷകം നിറഞ്ഞതാവാൻ നമ്മൾ ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ ഞാൻ പോഷക ഭക്ഷണം എന്നതുകൊണ്ട് വില കൂടിയ ഭക്ഷണം കഴിക്കണം എന്നല്ല അർത്ഥമാക്കുന്നത്. പകരം തവിടോട് കൂടിയ ധാന്യങ്ങൾ, മുട്ട, പാൽ, നെയ്യ്, വെണ്ണ, അതുപോലെ ഇലക്കറികൾ, ചെറുമത്സ്യങ്ങൾ, പഴങ്ങൾ എന്നിവ ഉൾപ്പെട്ട ഭക്ഷണങ്ങൾ ശീലമാക്കുക. ഓടിക്കളിച്ചു വളരുന്ന കുട്ടികളിൽ ഹോർമോൺ വ്യതിയാനം മൂലമുള്ള പ്രശ്നങ്ങളും ഇല്ലാതാവുന്നതായി കാണുന്നുണ്ട്. അടുത്തതാണ് കൗമാരകാലം. കൗമാരം ആഹ്ലാദകാലമാണ്. കുട്ടികളിൽ ശാരീരികവും മാനസികവുമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുന്ന കാലം. ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലം ഇന്ന് ഒരു 9 അല്ലെങ്കിൽ 10 വയസ്സാവുമ്പോൾ തന്നെ കൗമാരം വന്നെത്തുകയായി. ഹോർമോൺ ഗ്രന്ഥികൾ ഊർജ്ജസ്വലമാകുന്നതിനാൽ വികാര പ്രക്ഷുബ്ധമായ കാലം കൂടിയാണ് കൗമാരക്കാലം. ഗേൾസിനെ സംബന്ധിച്ച് ഭാവിയിൽ വന്നേക്കാവുന്ന പല അസുഖങ്ങളുടെയും ആരംഭകാലമാണ് കൗമാരം. ഉദാഹരണത്തിന് PCOS എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. ഇതിൽ പ്രധാനപ്പെട്ട ഒരു അസുഖമാണിത്. PCOS ഹോർമോണുകളുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ഇന്ന് വളരെ കോമൺ ആയിട്ട് കൗമാരക്കാരിൽ ഈ സിൻഡ്രോം കാണുന്നു എന്നത് ഒരു പേടിപ്പെടുത്തുന്ന വസ്തുതയാണ്. ആയുർവേദത്തില് മരുന്നുകൾക്കൊപ്പം തന്നെ നസ്യം, വസ്തി, ഉത്തരവസ്തി, ഉദ്വർദ്ധനം പോലുള്ള കർമ്മങ്ങളും അതുപോലെ ഭക്ഷണ ക്രമീകരണങ്ങളും യോഗ ആസനങ്ങളും ഒക്കെ തന്നെ ചികിത്സയിൽ ഇതിനായി ഉൾപ്പെടുത്തുന്നുണ്ട്. കൗമാരക്കാരിലെ ഭക്ഷണശീലങ്ങളിലുള്ള തെറ്റായ പ്രവണതയാണ് ഇത്തരം അസുഖങ്ങളിലെ പ്രധാന കാരണമായിട്ട് കാണുന്നത്. ഇൻസുലിൻ്റെയൊക്കെ പ്രവർത്തനക്ഷമതയെ കുറയ്ക്കുന്ന ഉപ്പ്, മധുരം, കൊഴുപ്പ് ഇവ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതും അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, പിന്നെ പോഷകമൂല്യം തീരെ ഇല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങളായ ബർഗർ, പിസ ഇവയൊക്കെ കഴിക്കുന്നതിന്റെ പ്രധാന ഉപഭോക്താക്കളായിട്ട് ഇപ്പോൾ കൗമാരക്കാർ മാറിയിരിക്കുകയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ നേരത്തെ പറഞ്ഞ പോലെയുള്ള PCOS, അതുപോലെ അമിതഭാരം തുടങ്ങി ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് പുറമെ 40കളിലും മറ്റും, അതായത് ഒരു 40+ ഏജ് ഗ്രൂപ്പിൽ കണ്ടുവരുന്ന പല രോഗങ്ങളും കൗമാരക്കാരിൽ ഇന്ന് കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ്. സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിലും ഫിറ്റ്നസും ഭക്ഷണവും ആരോഗ്യത്തിനും ദീർഘായുസ്സിനും ഏറെ ആവശ്യമായ ഒരു കോംബോ ആണ്. പക്ഷേ ഈ പറഞ്ഞ ഫിറ്റ്നസിന് വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത ആശയമാണ്. ചിലർ കഠിനമായ വ്യായാമത്തിനും കലോറി കത്തുന്ന സംവിധാനങ്ങൾക്കും മുൻഗണന നൽകുന്നു. മറ്റു ചിലരാകട്ടെ ആരോഗ്യകരമായ ഭക്ഷണത്തിലും ഭക്ഷണക്രമത്തിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എന്നാൽ കൃത്യമായ വ്യായാമത്തോടൊപ്പം സമീകൃതമായ പോഷകാഹാരം ഇവ രണ്ടിലുമുള്ള ബാലൻസിംഗ്, സന്തുലിത അവസ്ഥയാണ് നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഗുണപ്രദം. മിക്ക സ്ത്രീകളിലും സമയപരിമിതി കാരണം മേൽപ്പറഞ്ഞവയിൽ ഒന്നിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നു. അവർക്ക് ശരിയായ സമയക്രമീകരണത്തിലൂടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്നു. ഇത് നിങ്ങളുടെ അമിതഭാരം കുറയ്ക്കാൻ മാത്രമല്ല, രോഗങ്ങളെ അകറ്റി നിർത്തുന്നത് ഉറപ്പാക്കുകയും ചെയ്യുന്നു. മെനാർക്കെ അഥവാ ആർത്തവാഗമനം പോലെ തന്നെ സ്ത്രീകളുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളതാണ് മെനോപോസ് അഥവാ ആർത്തവ വിരാമം. ഒരു സ്ത്രീയുടെ ആർത്തവ പ്രക്രിയ നിലയ്ക്കുന്നതാണിത്. സ്ത്രീ ഹോർമോണുകളായ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ എന്നിവയുടെ ഉൽപാദനം കുറയുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. ശരീരത്തിലെ ഹോർമോൺ കുറയുന്നതോടുകൂടി ധാരാളം ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും സ്ത്രീകൾക്ക് നേരിടേണ്ടി വരാറുണ്ട്. നമ്മുടെ നാട്ടിൽ പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിവില്ല. മെനോപോസൽ സിൻഡ്രോം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ധാരാളം പഴങ്ങളും പച്ചക്കറികളും മത്സ്യവും മുട്ടയും അടങ്ങിയ പോഷക സമൃദ്ധമായ ഭക്ഷണം, പ്രത്യേകിച്ച് അന്നജം, കൊഴുപ്പ് എന്നിവ കുറച്ച് കാൽഷ്യം, വൈറ്റമിൻ ഡി, സിങ്ക്, പ്രോട്ടീൻ എന്നിവയടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടത് ഈ സമയത്ത് അത്യന്താപേക്ഷിതമാണ്. ആർത്തവ വിരാമത്തിന്റെ സങ്കീർണതകൾ തടയുന്നതിന് ആരോഗ്യകരമായ ജീവിതശൈലി വളരെ അനിവാര്യമാണ്. ആർത്തവ വിരാമ സമയത്ത് ഒരു ഡോക്ടറെ സന്ദർശിക്കുന്നതും വളരെ നല്ലതാണ്. മാത്രമല്ല, ഈ ഒരു ഏജ് ഗ്രൂപ്പിന് സ്തനാർബുദം, ഗർഭാശയമുഖ അർബുദം എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രായമായതിനാൽ വിദഗ്ധ പരിശോധനകൾക്ക് ഏറെ പ്രാധാന്യവുമുണ്ട്. മാത്രമല്ല, നേരത്തെയുള്ള രോഗനിർണയവും
പ്രതിരോധ മാർഗങ്ങളും ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ വളരെയധികം നമ്മെ സഹായിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മെഡിക്കൽ സയൻസ് അത്രയധികം ഡെവലപ്ഡ് ആണിപ്പോൾ. ആ യുഗത്തിലാണ് നമ്മൾ ഇന്നുള്ളത് എന്നത് നമ്മുടെ വലിയൊരു അനുഗ്രഹമാണ്. ഒരു അസുഖം വന്നിട്ട് അതിനെതിരെയും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അഥവാ സങ്കീർണതകൾക്കെതിരെയും ചികിത്സ ചെയ്യുന്നതിനേക്കാൾ എത്രയോ സുഖകരമായ കാര്യം അസുഖം വരുന്നത് തടയുന്നതും അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതിരിക്കുന്നതുമാണ്. ക്രമരഹിതമായ ഒരു ആർത്തവം, സ്തനത്തിലെ മുഴകൾ അല്ലെങ്കിൽ അസാധാരണമായ സ്രവങ്ങൾ തുടങ്ങിയ ഏതെങ്കിലും സൂചനകളും മുന്നറിയിപ്പുകളും ഉണ്ടെങ്കിൽ തീർച്ചയായും വിദഗ്ധാഭിപ്രായം തേടുക തന്നെ ചെയ്യണം. അല്ലാതെ അതിനെ അവഗണിക്കുകയോ സ്വയം ചികിത്സയിൽ ഏർപ്പെടുകയോ ചെയ്യരുത്. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറുടെ സന്ദർശനം നടത്തുകയും നേരത്തെയുള്ള ക്യാൻസർ സ്ക്രീനിങ്ങിനും കണ്ടെത്തലിനുമായി നിങ്ങളെ സഹായിക്കുന്ന നിരവധി ടെസ്റ്റുകളായ സോണോഗ്രഫി, സ്തനപരിശോധന, പാപ്സ്മിയർ എന്നിവ നടത്തുന്നതും അതുപോലെ അയൺ, ഹീമോഗ്ലോബിൻ, തൈറോയിഡ്, വൈറ്റമിൻസ് എന്നിവ പരിശോധിക്കുന്നതിനുള്ള രക്തപരിശോധനകളും നടത്തുന്നത് അസുഖത്തിന്റെ ഏർലി ഡിറ്റക്ഷന് വളരെയധികം നമ്മളെ സഹായിക്കുന്നു. ഗർഭാശയ ആരോഗ്യം ഒരു സ്ത്രീയുടെ ആരോഗ്യത്തിന് ഏറ്റവും ശക്തമായ ഘടകമാണ്. മേൽ പറഞ്ഞതുപോലുള്ള ഭക്ഷണശീലങ്ങളും വ്യായാമക്കുറവും മാനസിക സമ്മർദ്ദങ്ങളുമെല്ലാം തന്നെ പൊതുവായ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ ബാധിക്കുന്നതിനു പുറമെ ഗർഭാശയ ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. അതുപോലെ മാനസിക ആരോഗ്യവും. ഏറ്റവും കൂടുതൽ മാനസിക പ്രശ്നങ്ങളും മാനസിക രോഗങ്ങളും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇന്ന് സ്ത്രീകളിലാണ്. പലപ്പോഴും അത് നിർണയിക്കപ്പെടാതെ പോകുന്നു എന്നതാണ് വാസ്തവം. ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്ട്രെസ് എന്നിവയൊക്കെ തന്നെ സ്ത്രീകളിൽ ഒരുപാട് കൂടുതലായിട്ട് കണ്ടുവരുന്നു. അതുപോലെ സ്ത്രീകളിൽ മാത്രമായിട്ട് കണ്ടുവരുന്ന പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പ്രസവശേഷം അമ്മയ്ക്കുണ്ടാവുന്ന മാനസിക അസ്വസ്ഥതകൾ, മെനോപോസ് സമയത്തുണ്ടാവുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ സ്ത്രീകൾ അനുഭവിച്ചു വരുന്നു. അതുകൊണ്ട് ശാരീരിക ആരോഗ്യത്തിന് നൽകുന്ന അതേ പരിഗണനയും ശ്രദ്ധയും നമ്മൾ മാനസികാരോഗ്യത്തിനും നൽകേണ്ടതാണ്. അപ്പോൾ ഓർക്കുക, നിങ്ങളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും യജമാനനും ആരോഗ്യത്തിന്റെ സംരക്ഷകനും നിങ്ങൾ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുക, അപ്ഡേറ്റ് ചെയ്യുക, ബോധവാന്മാരാവുക. ആരോഗ്യ സംരക്ഷണം സ്ത്രീകളിൽ ഈ വിഷയത്തെക്കുറിച്ച് ഡോക്ടർ അമൃത ആർ സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്. വനിതാവേദി സമാപിക്കുന്നു.